ശ്രീമതി സാറാ ജോസഫ് പറയാറുണ്ട്, വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് MT സാറെന്ന്. എങ്ങനെയാണ് അങ്ങയുടെ വ്യക്തിത്വം വേറിട്ടതാകുന്നതെന്ന് നമുക്ക് ശ്രീമതി സാറാ ജോസഫിനോട് തന്നെ ചോദിക്കാം. ടീച്ചർ ഈ സാഹിത്യരചന രംഗത്തൊക്കെ വരുമ്പോൾ MT സാറൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ? ഒരു പക്ഷെ വായനയൊക്കെ തുടങ്ങുന്നത് MT സാറിൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണോ? അല്ലേ? ആവേശപൂർവമായ വായന. സാറിനെ നേരിട്ട് കാണുന്നത് സാറിനെ നേരിട്ട് കാണുന്നത് ഞാൻ മറ്റേ ഒരു പുസ്തകം പ്രകാശനം പെട്ടെന്ന് അത് ഓർക്കുന്നുണ്ടല്ലേ, ഞാൻ തന്നെയാ വന്നത്. അതെന്താന്ന് വെച്ചാല് പുസ്തക പ്രകാശന ചടങ്ങിന്റെ ചട്ടവട്ടങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോ അതിന്റെ നേരത്താണ് കോവിലം വരണില്ല പറയണത്. അവിടെ ആരോ ആണ് സംഘടിപ്പിച്ചത്, ഞാൻ അപ്പൊ അന്ന് സുകുമാരി നരേന്ദ്രമേനോന്റെ കച്ചേരി കേട്ടിട്ട് മുണ്ടശ്ശേരി ഹാളിലിരിക്കുകയായിരുന്നു MT. അപ്പോൾ ആരെൻ്റെ അടുത്ത് പറഞ്ഞു, MT സാർ അവിടെ ഉണ്ട്, പോയി പറഞ്ഞാൽ സാറ് തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വാസമില്ല, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. പിന്നെ MT എത്രയോ അപ്രാപ്യനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടിയിട്ട് മാത്രം. ഞാൻ ചെന്നു സാറിൻ്റെ അടുത്ത് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം വെച്ചാൽ കോവിലം വരുന്നില്ല, പുസ്തകപ്രകാശനം വേറെ ആരെങ്കിലും നടക്കുമായിരിക്കും. പക്ഷേ ആ സമയത്ത് MT പോലെ ഒരാൾ നമ്മൾ ചെന്ന് അപ്പോൾ പറയുമ്പോൾ വരിക എന്നുള്ളതേ അതൊരു ചെറിയ കാര്യമല്ല. അതെനിക്ക് വല്ലാതെ എൻ്റെ ജീവിതത്തിന് തന്നെ, എൻ്റെ അപ്രോച്ചിനെ തന്നെ മാറ്റിയൊരു സംഗതിയായിരുന്നു. ഒരുപാട് എഴുതുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത്, സാറിൻ്റെ കഥകളെ ഏത് രീതിയിലാണ് ടീച്ചർ ഒരു അപഗ്രഥനം നടത്തുകയാണെങ്കിൽ മറ്റുള്ള കഥകളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് തോന്നാം? MTയുടെ കഥകൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം എന്ന് വിചാരിക്കും. ചരിത്രം, ഞാൻ നോവൽ ഫിക്ഷൻ അല്ല പറഞ്ഞത്. കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾ MTയുടെ നോവലിൽ കൂടെ സഞ്ചരിച്ചാൽ മതി, MTയുടെ കഥകളിൽ കൂടി നോവലിൽ കൂടി സഞ്ചരിച്ചാൽ മതി. നമുക്ക് ചരിത്രം എഴുതാം. അതാണ് സംസ്കാരം എന്താണ്, നമ്മുടെ ഭാഷ എന്താണ്, നമ്മുടെ എക്കണോമിക്സ് എന്താണ്, നമ്മുടെ പൊളിറ്റിക്സ് എന്താണ്, നമ്മുടെ ലിറ്ററേച്ചർ എന്താണ്, ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന നമുക്ക് ചരിത്ര രചനയ്ക്ക് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാവുന്ന കൃതികളായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളെ വായിച്ചിട്ടുള്ളത്. കഥകൾ മാത്രമല്ല അത് അതായത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, എഴുത്ത് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുമല്ലോ, ജീവിതം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പവർഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ 4/8 തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല അതിനെ കാണണ്ടേ തോന്നുന്നു. ഇപ്പം എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കേരളത്തിന് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു MTയുടെ പിന്നെ നോവലുകൾ ചരിത്രത്തിലുള്ള മെറ്റീരിയലുകളാണ്. ഒരു നല്ല സാഹിത്യകൃതി എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ സാർ കണ്ടിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഈ പെണ്ണെഴുത്ത് എന്നൊക്കെയുള്ള ഒരു അതെ, അത് വരണേക്കാട്ടിലൊക്കെ എത്രയോ മുമ്പ് ഞാൻ വായിച്ചൊരു കഥയാണ് വിൽപ്പന എന്ന് പറഞ്ഞ കഥ. ആ കഥയുടെ അവസാനത്തിൽ ഈ പിന്നെ വീടൊക്കെ വിറ്റിട്ട് ഈ ഫ്ലാറ്റ് വിറ്റിട്ട് പോവുകയാണ് അവർ. അപ്പോൾ അതിലെ സാധനങ്ങൾ, ഫർണിച്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോത്തിൻ്റെ മുകളിൽ ഓരോ സ്ലിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രം ഒരു ടൈപ്പ് റൈറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട്, പഴയ ടൈപ്പ് റൈറ്റർ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുക. അയാൾക്ക് അതേ ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ ആളുടെ ഈ ഹൗസ് ഓണറുടെ വൈഫുമായിട്ട് പിന്നെ സംസാരിച്ച് ആ സംസാരത്തിൽ നിന്ന് അത് പതുക്കെ കയറി വലിയൊരു ആത്മബന്ധം ഉള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് ഇവരെ അയാൾക്ക് മനസ്സിലാവുന്നു, അവരനുഭവിക്കുന്ന ഏകാന്തതയോ പ്രശ്നങ്ങളോ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ദാമ്പത്യത്തിനകത്ത് അവരെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും. ആ കഥ അവസാനിപ്പിക്കുന്നത് വളരെ ഇതായിട്ടാണ്. അതായത് ഇങ്ങനെയാണ് അല്ലേ, ഇയാൾ സ്ലിപ്പൊന്നും എഴുതിയിട്ടില്ല, ഭർത്താവ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് പോയി. ഇയാൾ സഹായിക്കുന്നുണ്ട് പലതിനും, മേശയ്ക്ക് 2000-3000 ഒക്കെ സ്ലിപ്പിടാൻ. ലാസ്റ്റിൽ ഇവർ പറയാണ്, ഞാനിപ്പോൾ ചിലതൊക്കെ വിറ്റു, ഒരുവിധമൊക്കെ വിറ്റു, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു. ഇത് മുഴുവൻ വിൽക്കണം എനിക്ക്. അതാണ് നമ്മുടെ വാശി. സാധനം പറയാണ്, ഞാനിവിടെ ഇങ്ങനെ ഈ ഇതിലിങ്ങനെ കിടന്നിട്ട് എൻ്റെ കഴുത്ത് ഒരു ടാഗ് ഇട്ടാൽ എന്താ ഇടുക, വില എഴുതും. അത് ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയണേ, ഇപ്പോൾ ഒരു കുടുംബ ബന്ധങ്ങൾക്കകത്ത് സ്ത്രീയുടെ ജീവിതം എന്താണെന്നുള്ളതിൻ്റെ അതിശക്തമായിട്ടുള്ളൊരു
വിലയിരുത്തലൊരു സൂചനയായിരുന്നു. അതിൻ്റെ തുടർച്ച പരിശോധിച്ച് നോക്കുമ്പോൾ MT നിന്നിടത്തല്ല നിൽക്കുന്നത്. MT വളരുകയും മുന്നോട്ട് പോവുകയാണ്. MT ഒരിക്കലും കെട്ടിക്കിടക്കുന്ന ഒരു കുളമല്ല, അതൊരു നദിയാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കാലദേശങ്ങൾക്കനുസരിച്ച് ഒരുപാട് പരിണാമങ്ങൾ, നൂതനത്വം ഇതൊക്കെ MTയുടെ കൃതികളിൽ ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഫെമിനിസം അല്ലെങ്കിൽ ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ എങ്ങനെയാണ് സാറിൻ്റെ ഒരു പ്രതികരണം? എങ്ങനെയാണ് തോന്നുന്നത്? അവിടെയല്ലേ MT വ്യത്യസ്തനാവുന്നത്. നമുക്ക് ഇഷ്ടം പോലെ എഴുത്തുകാരുണ്ട്. മുത്തങ്ങ ഇഷ്യൂയൊക്കെ വന്നപ്പോൾ ഞാനന്ന് എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം എനിക്ക് ആരോഗ്യം പരിമിതമായിരുന്നു അന്ന്, ആ മലയൊക്കെ കയറി. MT ഒരു കോളനിയിലേക്ക് പോകണം ഞങ്ങൾക്ക്. അപ്പോൾ ആ കോളനിയിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് താഴേക്ക് ഇറങ്ങിയിട്ടാണ് കോളനിയിലേക്ക് പോണത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു MT കാറിൽ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ MT കൂട്ടാക്കിയില്ല. താഴേക്ക് ഇറങ്ങി വരികയും അതേപോലെ തിരിച്ച്, അന്ന് സുഖമില്ലാത്ത സമയം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ, വളരെ സുഖമില്ലാത്ത സമയമായിരുന്നു. MT തിരിച്ച് കയറി വന്നു. അത് എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. നമുക്ക് പ്രസ്താവനകൾ കൊടുത്താൽ മതി. ആ സ്തംഭ സ്ഥലത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. സാമൂഹ്യ പ്രവർത്തകനാവണമെന്നില്ല. എഴുത്തുകാരൻ്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് MTക്ക് ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. അഭിപ്രായം എഴുതിയാൽ പക്ഷെ ലോക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നമ്മുടെ മികച്ച എഴുത്തുകാർ എന്ന് ലോകതലത്തിൽ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇതേപോലെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സമം എഴുത്തുകാരനാണ് രാഷ്ട്രം സമം എഴുത്തുകാരനാണ് എന്നുള്ളത് അപൂർവം എഴുത്തുകാരെ നമുക്ക് അങ്ങനെ ഇന്ത്യയിൽ ഉള്ളൂ. ആ വേദനിക്കുന്ന മനസ്സിൽ നിന്നാണ് പ്രതികരണമായാലും എഴുത്തായാലും ഉണ്ടാവുക. MT വേദനിക്കുന്നു എന്നുള്ള തന്നെയാണ് നമ്മുടെ ഒരു വലിയൊരു സ്വത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നോടൊരു നീതി ചെയ്യണമെങ്കിൽ ഞാനിതൊക്കെ പറഞ്ഞാൽ മതിയാവും. അതേപോലെ അന്ന് പിന്നെ മറ്റേ വർഗീയ ലഹള ഉണ്ടായ സമയത്ത് മാറാടൊക്കെ MT എത്ര, ഞങ്ങൾക്കൊക്കെ MTയുടെ പിന്നാലെ അങ്ങനെ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട ദൗത്യം ചെയ്യുന്നു എന്നുള്ള ഒരു, അതായത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടിയോ ഒന്നുമല്ല MT ഇറങ്ങുക എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസമാണ് ഞാൻ പറയാന്ന് വെച്ചാൽ കാര്യങ്ങൾ മാറ്റി തീർക്കാൻ സഹായകരാവുക. ആദ്യം ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നത് മുറപ്പെണ്ണ് എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയാണ്. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവും അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ശ്രീ ശോഭന പരമേശ്വരൻ നായർ, ഞാൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുകയാണ്. ശരിക്കും മുറപ്പെണ്ണെന്ന് പറയുന്ന കഥ വായിച്ച് അത് സിനിമ ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് തിരക്കഥ എഴുതാൻ വേണ്ടി തന്നെ അല്ലേ MT സാറിന് പോയി കാണുന്നത്? അതെ. അതിന് മുമ്പൊരു പരിചയമില്ല? അയ്യോ, അതിന് മുമ്പേ പരിചയമുണ്ട്. ഉണ്ടല്ലേ? അത് എനിക്ക് തന്നെ അറിയില്ല ഈ ബന്ധം എങ്ങനെ ഉണ്ടായി. ഞാൻ എൻ്റെ സ്വന്തം രാജ്യം ചിറയൻകീഴാണ്. ചിറയൻകീഴുള്ള ഒരുത്തഞ്ച് തൃശ്ശൂർ വന്നിട്ട് താവളം അടിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഏതോ ഒരു അനിയനെ ഇവിടെ വെച്ച് പണ്ട് മിസ് ചെയ്ത് കണ്ടുമുട്ടിയ പോലെ തോന്നിയതല്ലേ? അപ്പം അന്ന് ഫോട്ടോഗ്രാഫർ അല്ലേ? അന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്റ്റുഡിയോ ശോഭന സ്റ്റുഡിയോ. ഞാൻ വെറും പരമേശ്വരൻ നായരെന്ന് ഉള്ളൊരു പേരായിരുന്നു. അതിന് ഈ ശോഭന പരമേശ്വരൻ നായരെന്ന് പേരിട്ടത് ഇദ്ദേഹമാണ്. ഞങ്ങൾ തമ്മിലിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അധികം വളരെ നേരം കുറേ നേരത്തേക്ക് ഞങ്ങളൊന്നും മിണ്ടില്ല, വെറുതെ മുഖത്തോട് ഒന്നും നോക്കി ഇരിക്കുകയുള്ളൂ. പിന്നീട് ചോദിക്കൂ പരമ എവിടുന്നാണ് വരുന്നത്, എന്താ വിശേഷം. അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു മാനസിക അടുപ്പമാണ്. അതെ. ഇപ്പം എവിടെയെങ്കിലും ഒരു സദസ്സിൽ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാൽ കണ്ടമാരൊന്ന് ഭാവിക്കും. അപ്പോൾ എനിക്ക് പരിഭവം തോന്നേണ്ട കാര്യം എന്നെ കണ്ട് ചിരിച്ചില്ലല്ലോ എന്ന് എനിക്കറിയാം. എന്നെ കണ്ടു, മനസ്സിലുണ്ട്. ഈ മുറപ്പെണ്ണ് വായിച്ചപ്പോൾ അതിങ്ങനെ സിനിമ ആക്കണമെന്ന് തോന്നാൻ എന്തായിരുന്നു സർക്കാർ? മുറപ്പെണ്ണല്ലായിരുന്നു, MTയുടെ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിഷു പതിപ്പിൽ ഒരു ചെറുകഥ വന്നിരുന്നു. അത് വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിങ്ങനെ വിങ്ങായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഇന്നത്തെ മാതിരിയുള്ള 5 സ്റ്റാർ ഹോട്ടലോ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റോ ഒന്നുമില്ല. ഈ വീട്ടിൽ താമസിക്കും, വാസുൻ്റെ വീട്ടിൽ പോയി ഊണ് കഴിക്കും, കഞ്ഞി കുടിക്കും. ഇവിടെ ഒന്ന് 2 പായ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. കട്ടിലും കിടക്കാന്നില്ല, ഒരു ചെറിയൊരു പഴയൊരു വീട്. അവിടെ ഇരുന്നിട്ടാണ് ഈ കഥ, ഈ മുറപ്പെണ്ണ് എന്നുള്ള കഥ ഉണ്ടാകുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കൂട്ടുകുടുംബങ്ങളിൽ
ഉള്ള ഒരു ഇതായിട്ട് മാറ്റി എഴുതി സാവകാശത്തിൽ. കാരണം തിരക്കൊന്നുമില്ല, പ്രൊഡ്യൂസർ അവിടെ വന്നിട്ട് ഇങ്ങനെ പൈസ ഇട്ട് നിൽക്കുന്നൊന്നുമില്ല. ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം പ്രൊഡ്യൂസറാണെങ്കിലും അതിന് എവിടുന്നെങ്കിലും പൈസ വരണം. അപ്പോൾ കുറേ ദിവസങ്ങളിരുന്ന് കുറേശ്ശായിട്ട് എഴുതി. അപ്പോഴാണ് ഞാൻ നസീറിനെ ആദ്യം പരിചയപ്പെട്ടത്. നസീറിനെ ആദ്യം പരിചയപ്പെട്ടു. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു കാറിൽ. അന്നൊക്കെ നമുക്ക് ഈ സിനിമകളും വളരെ കുറവേ വരുന്നുള്ളൂ. പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്ക് ആ സിനിമയുടെ വേദനയും ദുഃഖവും, അല്ലേ സാറ് പറഞ്ഞ പോലെ ഈ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലത് ആ വിങ്ങലങ്ങ് നിൽക്കുമായിരുന്നു. ഇന്ന് ആ പടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തോക്കെ എവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തോക്കെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ കുത്തി വേദനിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഇതിപ്പം ഞാൻ എൻ്റെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്, ഇനിയും തന്നൂടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ? ഇനി എഴുതാൻ ഒക്കെ പലതും ഉണ്ട്, എഴുതിക്കൂടാന്നില്ല, എഴുതും. അപ്പുവിൻ്റെ അമ്മ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന, എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണ് ഈ അപ്പുവിൻ്റെ അമ്മ? എങ്ങനെയാണ് ഈ അപ്പുവിൻ്റെ അമ്മയെ പരിചയപ്പെട്ടത്? അതൊക്കെ ഒന്ന് വിശദമാക്കി തരണം. ഞാൻ അപ്പുവിൻ്റെ അമ്മയെ കൂടി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് വിളിക്കാം. എന്താണ് സാർ ഈ അപ്പുവിൻ്റെ അമ്മ എന്ന് വിളിക്കാനുള്ള കാരണം? അവരുടെ മകനാണ് അപ്പു. അപ്പു ഗോവയിലാണ്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, എൻ്റെ ഒരു മരുമകനെ പോലെയാണ്. എൻ്റെ വേറെ ഒരു മരുമകൻ്റെ ക്ലാസ്മേറ്റൊക്കെയാണ്. അപ്പു എന്നെ അവിടേക്ക് ഒരു മീറ്റിങ്ങിന് വിളിച്ചു, വരണം. അപ്പോൾ എന്താണ് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഞാനവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ അപ്പു പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് എന്നെ അപ്പു ഉണ്ണിയേട്ടനെ വിളിക്കും, ഉണ്ണിയേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്, അമ്മയെ ഉണ്ണിയേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാണുന്ന ഒരു ദിവസം ഇപ്പോൾ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ പഴയ ഞാൻ പട്ടാമ്പി സ്കൂളിൽ ഇവരൊക്കെ അന്ന് ചെറുപ്പം കുട്ടികൾ കാലം ഇതിപ്പോൾ മക്കളുടെ മക്കൾ ഒക്കെ ആയിട്ട് ആണ്. അപ്പോൾ ആ കാലം ഞാൻ മനസ്സിൽ ഓർമ്മിച്ചു. പിന്നീട് ഞാൻ ഈ വീട്ടിൽ പലപ്പോഴും പോവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഈ ഒരു കുറച്ച് കുട്ടികളിങ്ങനെ ഈ വെയിലിൻ്റെ പക്കത്ത് കൂടെ നടന്ന് സ്കൂളിലേക്ക് വരുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് നോക്കിയാൽ കാണാം. അതിൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അപ്പുവിൻ്റെ അമ്മ. മലയാളമല്ല, പിന്നീട് ഈ സാഹിത്യരംഗത്തൊക്കെ ഉയർന്നു. പിന്നെ ആ കൊല്ലത്തിലെ കോഴിക്കോട്ടേക്ക് മാറി. ഞാനൊരു ലീവ് വേക്കൻസിയിൽ വന്നതായി. അപ്പോൾ ഈ മാത്സ് പഠിപ്പിക്കാൻ കാരണം ഹെഡ് മാഷ് പറഞ്ഞു, ഇനിയിപ്പോൾ നടുവിൽ വെച്ചിട്ട് ഈ സിലബസും ടൈം ടേബിളൊക്കെ മാറ്റാൻ കുറച്ച് പ്രയാസം, അവിടുന്ന് വിട്ടുപോയ ആൾ മാത്സിൻ്റെ മാഷ. ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചോളാം. കോമ്പസിറ്റ് മാത്സ് ഞാൻ പഠിക്കാത്തത് കൂടിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്താ അറിയാം മാഷ, ചോക്ക് കയ്യിൽ നിന്ന് വെക്കില്ല, ഒന്നും ഇരിക്കില്ല. ആ ക്ലാസ് പറഞ്ഞാൽ ഇന്നും മനസ്സിൽ കാണുകയാണത്. അന്നേ വളരെ ഏത് കുട്ടിയും ആകർഷിക്കും ക്ലാസ്സിൽ ഇരിക്കണ ക്ലാസ് എടുക്കുന്ന രീതിയുണ്ട്. ആ രീതി അതൊന്നും മനസ്സിന്ന് മാഞ്ഞിട്ടില്ല. അന്നൊക്കെ ശരിക്കും ഒരു ഭയമായിരുന്നു അതോ? വല്ല സ്നേഹം, ഇത്രയും നല്ലൊരു ഗുരുനാഥൻ, അത് ഇന്നും ആ ഭക്തി. ഞാൻ മകൻ അപ്പുവിനോട് പറയും, അമ്മയ്ക്ക് എന്തൊന്നില്ലാത്തൊരു സ്നേഹം, ബഹുമാനം, അദ്ദേഹത്തിനോട് എന്തൊക്കെയാണെന്ന് അറിയില്ല, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഞങ്ങളൊരു ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ, ഒരു നാടൻ സ്ത്രീ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ മകൻ ഒരു മരുമകൻ എന്നൊക്കെ പറയുമ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷം, എത്രയാന്ന് പറയാനേ വയ്യ. അതൊക്കെ ഇങ്ങനെ പേപ്പറിലും ടി വിയിലും കാണാന്നല്ലാതെ ഈ ബന്ധം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെന്തോ ഞാൻ മകനോട് പറയും, എനിക്ക് വളരെ ഒരു നിധി പോലെ ഇന്നും അതെൻ്റെ മകനെ നീ കാത്തു സൂക്ഷിക്കണ്ടല്ലോ, അമ്മയുടെ ആ സ്നേഹം, ആ വാത്സല്യം. ഈ എഴുത്തിലൊക്കെ അതറിയാതെ എങ്ങനെയൊക്കെയോ വന്നിട്ടുണ്ടല്ലോ സാർ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ തീമാണ്. നമ്മുടെ ഈ ബന്ധങ്ങൾ, അപ്പം അതിലെ അകൽച്ചകൾ, അടുപ്പങ്ങൾ, അതൊക്കെയാണല്ലോ ഈ ഇപ്പം മൊത്തം കൃതികളൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അതാണ് എൻ്റെ നാട്ടിൽ ഈ വയലിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ അബൂബക്കർ എന്നെ കാണാൻ വന്നപ്പോൾ ഏട്ടൻ എന്നെ സ്വകാര്യം വിളിച്ച് പറഞ്ഞ്, നീയേ അബദ്ധത്തിൽ വല്ല പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, കാരണം അവരിപ്പോൾ വളരെ സൗകര്യത്തിൽ
കഴിയുന്ന ആളിലാണ്. അപ്പോൾ നീ വല്ല പഴയ രീതി ആലോചിച്ചിട്ട് പൈസ എടുത്ത് എന്തെങ്കിലും പൈസയൊക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ അത് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ ആകെ എന്താ വെച്ചാൽ ഈ വയ്യാത്തോടത്ത് അവിടുന്ന് ഇങ്ങനെ നടന്ന് എന്നെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നോ? അറിയിച്ചാൽ വരെ ഞാനവിടെ വന്ന് കണ്ടിട്ട് പോവില്ലേ? അവർക്ക് അതൊക്കെ മതി. അപ്പം ആ മാതിരത്തെ ചില പരിചയങ്ങൾ, ബന്ധങ്ങൾ നമുക്കത് വലിയ കാര്യം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമൊന്നും അല്ല, അതൊക്കെ കുറേ മാറിയിരിക്കുക. എന്നാലും കുറച്ച് അതിൽ ഈ നന്മകളും ബന്ധങ്ങളൊക്കെ അവശേഷിച്ചിട്ടുണ്ട്. എഴുത്തുകാരനായ കഥാകാരനായ ശ്രീ കെ പി രാമനുണ്ണിക്ക് പറയാനുള്ളത് എഴുത്തുകാരനായ എം ടിയെക്കുറിച്ചല്ല, ഒരു ഭരണകർത്താവായ എം ടിയെക്കുറിച്ചാണ്. തുഞ്ചൻ പറമ്പിലെ അഡ്മിനിസ്ട്രേറ്ററായ ശ്രീ കെ പി രാമനുണ്ണിയെ ഞാനൊന്ന് ക്ഷണിക്കട്ടെ. കുറേ യുവതലമുറയിൽപ്പെട്ട അല്ലേ, അല്ലെങ്കിൽ ഒരു മോഡേൺ സാഹിത്യമൊക്കെ വന്നതിന് ശേഷം പിന്നീടാണ് രാമനുണ്ണിയുടെയൊക്കെ കഥകളുമൊക്കെ വരുന്നത് അല്ലേ. അത്തരം ഒരു കഥാകാരനായിട്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. എം ടി സാറിൽ നിന്നുള്ള അങ്ങനെയുള്ളൊരു പ്രോത്സാഹനം കിട്ടിയത് എങ്ങനെയാണ്? അതല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് തിരിച്ചു വിടാൻ അങ്ങനെ ഒരു ഡയറക്ഷൻ തന്നത്? മൂപ്പരുടെ സാഹിത്യത്തിന് സവിശേഷമായ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ അതിന്ന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കഥാസാഹിത്യ സരണികളെയും മൂപ്പര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആധുനികത മലയാള സാഹിത്യത്തിൽ നേരത്തെ നമ്പൂതിരിയൊക്കെ സൂചിപ്പിച്ചു, വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വ്യത്യാസം മലയാള കഥാസാഹിത്യത്തിൽ ഉണ്ടാക്കിയത്. അതിനെ മാതൃഭൂമിയിൽ പത്രാധിപരായിട്ട് എം ടി ഇരുന്നത് കൊണ്ടാണ് തന്നെ ഞാൻ പറയും ഇത് ഇത്രയധികം വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ആധുനികതയ്ക്ക് ശേഷമാണ് ഇപ്പം എൻ്റെ തലമുറയൊക്കെ എഴുതി വന്നത്. അപ്പം അതിലിപ്പോൾ ഞങ്ങളുടെ കഥകളൊക്കെ കാണുന്ന സമയത്ത് ആ വ്യത്യാസത്തെ മനസ്സിലാക്കുകയും അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എൻ്റെ കഥകളൊക്കെ വന്നിരുന്ന സമയത്താണ് ശത്രുഘ്നൻ അവിടെ എം ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാ ഈ രാമനുണ്ണി എന്നൊരിക്കലും ശത്രുഘ്നോട് ചോദിച്ചു എം ടി ഇത്, കാരണം അങ്ങനെ കഥകൾ കാണുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നാട്ടുകാരൻ്റെ ആ തട്ടകത്തിലുള്ള ആൾ തന്നെ പറഞ്ഞു, ഒരു കഥാകാരൻ എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ സാഹിത്യകാരൻ എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത, ഞാൻ വ്യക്തിപരമായി വളരെ അടുത്തറിയുന്ന ഒരാളായതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും കപ്പാസിറ്റി മറ്റെഴുത്തുകാർക്ക് ഇല്ലാത്ത? ഇപ്പോൾ നേരത്തെ സാറ ടീച്ചർ പറഞ്ഞു ഈ നമ്മുടെ സോഷ്യൽ പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാനും അത് എന്നെ ഒരു രീതിയിലും ബാധിക്കുന്ന അല്ലെങ്കിൽ പോലും ഞാൻ ആ വേദന മനസ്സിലാക്കണമെന്ന് അതിനെതിരെ പ്രതികരിക്കണമെന്നും വിചാരിക്കുന്ന വേറൊരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. ഒരു സാഹിത്യകാരൻ അതുണ്ടാവണമെന്നില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു എം ടിയുടെ വ്യക്തിത്വത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള തുഞ്ചൻ സ്മാരകത്തിൽ ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു ഏത് എഴുത്തുകാർക്കും ഏതെങ്കിലും സ്ഥാപനത്തിനൊക്കെ ജോലി എടുക്കേണ്ടി വരും. അപ്പം നമുക്ക് നമ്മളെക്കാട്ടിലും ഈ വലിപ്പം കുറഞ്ഞ ആൾക്കാരുടെ കീഴിൽ ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മറ്റ് സ്ഥാപനങ്ങളൊക്കെ എനിക്ക് വലിയൊരു സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എം ടിയുടെ കീഴിൽ ജോലി എടുക്കാൻ പറ്റുന്നു. എൻ്റെ ബോസ് ഇപ്പം എം ടി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല വ്യക്തിപരമായിട്ടുള്ള ചില സിദ്ധികൾ വളരെ സാധാരണ എഴുത്തുകാർക്ക് ഈ ഓർഗനൈസിങ് കപ്പാസിറ്റിയും ഒന്നും ഇങ്ങനെ ഉണ്ടാവില്ല. ഇദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാപനം കൊണ്ട് നടത്താനുള്ള ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി, പിന്നെ കീഴിൽ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി എടുക്കുകയാണെങ്കിലും ഒരു കാര്യം ഇപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കുകയും ഒന്നും ചെയ്യാത്ത നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാക്കി തരും. അപ്പം അങ്ങനെയുള്ളൊരു തുഞ്ചൻ സ്മാരകത്തെ പറ്റി കൂടെ ഒന്ന് കുറച്ചൊരു തുഞ്ചൻ സ്മാരകം ഇന്ന് ഈ നിലയിൽ എത്തിച്ച തന്നെ എം ടി ആണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായതൊക്കെ? എം ടി വന്നതിന് ശേഷം മൂപ്പര് സർക്കാരിന് ചെറിയൊരു ഗ്രാൻഡാണല്ലോ കിട്ടുന്നത്. അതിന്ന് കൂടാതെ മലയാളത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ എം ടിയുടെ ഒരു വിശ്വാസ്യതയുടെ പേരിലാണ് ധാരാളം സംഭാവനകൾ കിട്ടുകയും വിദേശ മലയാളികളിൽ നിന്നുള്ള സംഭാവനകൾ കിട്ടുകയും അങ്ങനെ ഈ സ്മാരകം വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തുഞ്ചൻ പറമ്പെന്ന് പറഞ്ഞാലല്ലേ ഇത്രയും ആളുകൾ അറിയത്തക്ക രീതിയിൽ അതെ. പിന്നെ എം ടിക്കുള്ള വലിയൊരു കഴിവെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് ഭാഷകളിലെ എഴുത്തുകാരൊക്കെ ഇത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു എഴുത്തുകാരനാണ്. ഇതിപ്പോൾ ആ എം ടിയുടെ ആ ഒരു വ്യക്തിത്വം ഇവിടെ കേരളത്തിൽ പലർക്കും അറിയില്ല. തുഞ്ചൻ സ്മാരകത്തിലുള്ളപ്പോൾ എനിക്ക് അറിയാം. പിന്നെ വലിയ വലിയ എഴുത്തുകാർ എം ടിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു. പക്ഷെ അവർ കേരളത്തിൽ അറിയപ്പെടുന്നത് പോലും അതെ തീർച്ചയായിട്ടും കൂടെ ആണ് ഉള്ളത്. വാലി സർദാർ ജാഫ്രിയും പിന്നെ ഭീഷ്മ സാഹനിയും ഒക്കെ അവിടെ വലിയ വലിയ മരിച്ചുപോയിട്ടുള്ള എഴുത്തുകാരൊക്കെ തുഞ്ചൻ സ്മാരകത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എം ടിയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് മറ്റുള്ളവരിലെ
പിന്നെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ പിന്നെ അറിയാതെ തന്നെ കൂടുതൽ സംസാരിക്കുകയും ചെയ്യാതെ ഇങ്ങനെ സ്വാധീനം ചെലുത്താനും പറ്റുന്ന ആ രഹസ്യം എന്താണെന്ന് ഞാൻ പലപ്പോഴും എംടിയോട് ചോദിക്കാറുള്ള കാര്യമാണ്. ഈ ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ആവശ്യമില്ല. ഇന്ന ആളിൽ നിന്ന് ഇന്നത് പ്രതീക്ഷിക്കുന്നു, ആളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ആ ആളിൽ നിന്ന് അത് നമുക്ക് അവിടെ കിട്ടുന്നില്ല. തുഞ്ചൻപറമ്പിൽ ഇപ്പം ട്രസ്റ്റ് മെമ്പേഴ്സൊക്കെ അവിടെ പിന്നെ അവിടെ വലിയ സാമ്പത്തികമായിട്ടും മറ്റു നിലയ്ക്കൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ ഊണ് വിളമ്പാനടക്കം അത് എം ടി ഒന്നും പറയാതെ തന്നെ ഇത് അവനാൻ്റെ എല്ലാം സ്വന്തമാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എം ടിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വലിയൊരു സിദ്ധിയും കൂടിയാണ്. ഇത് തന്നെയാണല്ലോ സാഹിത്യത്തിലും മറ്റ് ഒരു പുതിയ സരണി കണ്ടെത്തുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ. എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം എം ടി മാതൃഭൂമി ആഴ്ചപ്പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചരമവാക്ഷ്യം എന്നുള്ള നോവൽ സീരിയലൈസ് ചെയ്തത്. അത് എം ടി അന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു നോവൽ ഇടയ്ക്ക് എടുക്കില്ല. കാരണം വളരെ അന്നൊന്നും മാതൃഭൂമിയിൽ വരുന്ന ഒരു സ്വഭാവത്തിനനുസരിച്ച നോവലല്ല. അപ്പം എം ടിയുടെ ഒരു സാഹിത്യത്തിൻ്റെയും ഒരു സ്വഭാവമില്ല. പൊതുവെ എഴുത്തുകാരൊക്കെ അവനവൻ്റെ സാഹിത്യത്തിനോട് സാമ്യമുള്ള സാഹിത്യത്തിനോടാണ് അടുപ്പം കൂടുതൽ. ഒരു നാർസിസം ഉണ്ട്. എം ടിക്ക് അതില്ല. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അപ്പോൾ അത് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ലോകത്തെ കാണാൻ ഒരു മനസ്സിലായി. അത് മറ്റുള്ളവരെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവും കൂടിയും അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. എം ടിക്ക് പൂർണ്ണമായിട്ട് അനുഭവപരമായിട്ട് സത്യസന്ധമായിട്ട് തോന്നുന്ന കാര്യം മാത്രമേ എം ടി എഴുതുള്ളൂ. അപ്പോൾ അതാണ് ആ സത്യം എന്ന് പറയുന്നത്, കൺവിക്ഷൻ ഒരു എഴുത്തുകാരൻ്റെ പ്രധാനമായിട്ടുള്ള. അത് എം ടി അവൻ്റെ തട്ടകം വിട്ടിട്ട് എഴുതി അവനെ അറിയാത്ത കാര്യങ്ങളായിട്ട് കൃത്രിമമായിട്ട് എഴുതുകയോ ഒന്നും ചെയ്യുന്നില്ല. കത്ത് പോലും എഴുതാൻ മടിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒന്നും അറിയില്ലാത്ത ഒരാളുടെ ഒരു ബാലിശമായ ചോദ്യം തന്നെ. ഒരു പ്രത്യേക സമയത്തിരുന്ന് അങ്ങനെ എഴുതാൻ തീരുമാനിക്കുകയാണോ, അതോ തോന്നുമ്പോൾ? അല്ല, നമ്മുടെ മനസ്സിൽ ചിലത് ഇങ്ങനെ കിടക്കും, ചിലത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പം അത് പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും നമ്മളത് എടുത്ത് പുറത്തെടുത്ത് നമ്മൾ പരിശോധിക്കണം. മറ്റത് ഉള്ളിൽ ഇപ്പോൾ ഈ കുട്ടികൾ നടന്നു പോകുമ്പോണ്ടല്ലോ, ഒരു വളപ്പൊട്ട് കണ്ടു, ഒരു പൊട്ടിയ ഗോട്ടി കിടക്കുന്ന കണ്ടു, ഇതൊക്കെ കുട്ടികളുടെ അടുത്ത് പോക്കറ്റിലിടും. കുട്ടികളതൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. നമുക്കത് കാണുമ്പോൾ എന്തിനാ തോന്നും. വളരെ പ്രസിദ്ധമായിട്ടൊരു കവിതയുണ്ട്, ടോയ്സ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ പേരിപ്പം എനിക്ക് ഓർമ്മയില്ല. അമ്മയില്ല, കുട്ടിയെ ലാളിച്ച് വളർത്തുക. അപ്പോൾ ഒരു ദിവസം അച്ഛൻ കുട്ടിയെ എന്തോ ശാസിക്കുക, അടിക്കുകയോ ചെയ്തു. അപ്പോൾ ഇയാൾക്കത് വലിയൊരു കുറ്റബോധം തോന്നി. രാത്രി ഇവൻ കിടന്നുറങ്ങുന്ന മുറിയിൽ ചെന്നപ്പോൾ ഇവൻ്റെ ഈ കളിക്കോപ്പുകളുടെ ശേഖരം നോക്കിയപ്പോഴാണ് ഈ മാതിരി ചെറിയ ചെറിയ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ അച്ഛൻ മനസ്സിലാകുന്നത്, എനിക്ക് ഒരു താല്പര്യമില്ല ഇതിലൊന്നും. അവൻ്റെ ലോകം തന്നെ വേറെയാണ്. അവൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു ശാഠ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാവും. അയാൾക്ക് വലിയൊരു കുറ്റബോധം തോന്നുന്നു, ഈ വളപ്പൊട്ടും അത് ഈ കുട്ടി സൂക്ഷിച്ചു വെച്ചത് കണ്ടിട്ട് ഇവനെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. അപ്പം അത് പോലെ തന്നെയാണ് നമ്മൾ പലതും സൂക്ഷിച്ചു വെക്കും, കുറേ കഴിഞ്ഞ് പുറത്തെടുക്കും, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ കളയും. ഇപ്പോൾ നമ്മൾക്കങ്ങനെയുണ്ട്, പല എന്നോ വന്ന് മനസ്സിൽ കയറി കൂടിയ ഒരാശയമായിരിക്കും വളരെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുക്കും. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. ചിലർക്ക് അങ്ങനെയില്ല, ചിലർ ഒന്നുമില്ലാതെ ഒരു വളരെ അവ്യക്തമായ ഒരു ആശയം വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. ചില എഴുത്തുകാർ എഴുതി 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 വരുമ്പോഴൊക്കെ അവർക്ക് ഷേപ്പ് കിട്ടുമായിരിക്കും. ഞാനങ്ങനെയല്ല, ഓരോരുത്തർ ശീലിച്ചു പോയതാണ്. എൻ്റെ മനസ്സിൽ തന്നെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ആണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ പര്യവസാനം എന്താണെന്ന് വരെ ഏകദേശം ഉണ്ടാവും. ചിലപ്പോൾ അവസാനം എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. എന്നാലും മനസ്സിൽ അതിൻ്റെ ഒരു രൂപരേഖ മാത്രമല്ല, ചിലപ്പോൾ ചില വാചകങ്ങളടക്കം മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. ചില പ്രത്യേക വാചകങ്ങളടക്കം. വിവാദങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക? വളരെ മെച്യൂരിറ്റിയോടുകൂടി പലതിനും മറുപടി പോലും പറയാതെ തള്ളിക്കളയാറുണ്ടല്ലോ. നമുക്ക് അതിനേ സമയമുണ്ടാവുള്ളൂ. അതിനു വേണ്ടി മെനക്കെട്ടാൽ നമുക്കതിനെ പിന്നെ സമയമുണ്ടാവുള്ളൂ. എം ടിക്ക് ഇപ്പോൾ എം ടി ഇന്നത്തെ വിജയത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എം ടിയുടെ ഒരുപാട് വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടാണ്. ഇപ്പോൾ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ടൈം വേസ്റ്റ് ചെയ്യില്ല, നമ്മളുടെ സമയം വേസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള ഒരു സവിശേഷ സ്വഭാവമുണ്ട്. അതിപ്പോൾ മറ്റ് ഭാഷയിലത്തെ എഴുത്തുകാരും അടുത്തൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് പിന്നെ സുനിൽ ആണെങ്കിലും ഒക്കെ ഒരു ബഹുമാനവും ഇതും കാണുന്നത് ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാറുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും പല രാജ്യങ്ങളിൽ കാണുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ശരിക്കും എപ്പോഴും മനസ്സ് നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അപ്പോൾ അല്ല, എന്തായാലും ശരി, നാടിനോടുള്ള ഈ നാട് മാറ്റി നിർത്തിയാൽ നമുക്ക് എഴുത്തില്ല എന്നാണ് എനിക്കൊരു
ഒരു തിയറി തന്നെ. കാരണം എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ പ്രകൃതിയും നമ്മുടെ ഇവിടെയുള്ള ഈ മനുഷ്യരും അവരുടെ സംഭാഷണങ്ങളും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ നടുവിലിരിക്കുമ്പോഴാണ് എനിക്ക് ഇതാവുള്ളൂ. അപ്പോൾ മറ്റു പല നാടുകളിലും ഒക്കെ പോയിട്ടുണ്ട്. അത്രയധികം നാൾ താമസിക്കണം ആ സംസ്കാരം അത്രയും ഉൾക്കൊള്ളാൻ, അവിടുത്തെ ജീവിതം ഉൾക്കൊള്ളാൻ. ഇപ്പോൾ ഒരു 4 ദിവസം പോയി 10 ദിവസം പോയി താമസിച്ചുകൊണ്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ പോയി കാണുന്നു, സന്തോഷം. അതിൽ ചിലപ്പോൾ വല്ലപ്പോഴും ഒരു കഥാബീജമൊക്കെ ഉണ്ടായിരുന്നു. ഈ ബന്ധങ്ങളുടെ തീവ്രത നമുക്കാണ് കൂടുതലെന്ന് തോന്നിയിട്ടുണ്ടല്ലോ. ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിലും ഏഷ്യൻ സാഹിത്യത്തിലും വലിയൊരു ഘടകം. ഇത്ര നമ്മളിപ്പോൾ അമേരിക്കൻ സാഹിത്യത്തിൽ കണ്ടുവന്ന് പറ്റില്ല. പല വെസ്റ്റേൺ പുതിയ സിനിമകൾ, ഇപ്പോൾ സിനിമ കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആണിനെ കാണിച്ചു, ഒരു പെൺകുട്ടിയെ കാണിച്ചു, അവർ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയായിരിക്കും. ഇവൻ എവിടുന്ന് വരുന്നു, ഇവൻ എന്തുകൊണ്ട് YWCA താമസിക്കും, ഇവളെന്തുകൊണ്ട് അവിടെ താമസിക്കുന്നു, ഇവളുടെ അച്ഛനാര് അമ്മയാര്, ഇതൊന്നും അതിൽ പറയാൻ വേണ്ടി ഫുട്ടേജ് ചിലവാക്കുന്നില്ല. അവരെ രണ്ടുപേരും എവിടെയും കഥയെ പറയുന്നു. അതിനുവേണ്ടി നമ്മൾക്കാണെങ്കിൽ ഇവരെ കണ്ടു, ഇവൻ ഇവിടെ നിൻ്റെ അച്ഛനാര് അമ്മയാര്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ നിൽക്കില്ല നമ്മുടെ സാധനം. അതാണ് അത് ഈ കുടുംബം എന്നുള്ള ഒരു ബേസിസ് നമ്മുടെ എല്ലാ തീമുകൾക്കുള്ളതുകൊണ്ട് മറ്റു പലതിലും അതില്ല. അല്ല, നമുക്ക് നമ്മളെ എഴുത്തുകാർക്കും നമ്മളെ കേരളത്തിൽ ജനകീയ ബന്ധം നമുക്കും കൂടുതലാണ്. നമ്മളെ എഴുത്തുകാർക്ക് നാട്ടിനോടും സമൂഹത്തിനോടൊക്കെ. ഇപ്പോൾ MTനെയൊക്കെ ആർക്കും ഫോണിൽ വിളിക്കാം, നേരിട്ടിടയ്ക്ക് MT തന്നെ ആയിരിക്കും ഫോൺ എടുക്കുക. പക്ഷേ വിദേശത്തു നിന്നുള്ളൊരു എഴുത്തുകാരനെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാതെ പിന്നെ ഇതാക്കാനേ പറ്റില്ല. സുഹൃതം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്ന എൻ്റെ കഥയ്ക്ക് ഒരുപാട് ലൈഫ് ടച്ച് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല. ഇല്ല, അത് ഞാനന്ന് ഈ കന്യാകുമാരിയിൽ പോയിട്ട് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സ്ഥലത്ത് താമസിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഡോക്ടർ അദ്ദേഹം ഒന്നുമില്ല. അവിടുത്തെ ചില കേസ് ഹിസ്റ്ററികൾ ഈ ക്യാൻസർ ഒക്കെ ആയിട്ട് വന്നത് ഈ ജപം കൊണ്ടും ധ്യാനം കൊണ്ടും മാറിയ ഹിസ്റ്ററികളുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഈ ദീപക് മേത്തയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. ദീപക് മേത്ത ഇപ്പോൾ വലിയ ഇതിലുള്ള വലിയൊരാളാണ്. അയാൾ വലിയ ഡോക്ടറാണ്. പക്ഷേ അതിൻ്റെ പുറമെ ഈ യോഗ ഇതിലൊക്കെ അയാളൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ MSc കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് അയാൾക്ക് എവിടെയോ ഒരു ദിക്കിൽ ഒരു 6 മാസത്തെ പോസ്റ്റിങ് കിട്ടി. അപ്പോൾ അവിടുത്തെ ഒരു രോഗിയുണ്ട് ജനറൽ വാർഡിൽ. ഇയാൾക്ക് ലിവറില്ല, കുടലില്ല, ഒന്നുമില്ല, ഏത് ദിവസം മരിക്കാം. പക്ഷേ ഇയാൾ ഈ ചെറുപ്പക്കാരൻ നന്നായിട്ട് പെരുമാറുന്നതുകൊണ്ട് ഈ രോഗിക്ക് ഇയാൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആരോ പറഞ്ഞു ഇങ്ങനെ ഈ ഡോക്ടർ പോവച്ചാൽ വലിയ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരുന്നപ്പോൾ നിങ്ങൾ ദേവടി തന്നെ ഉണ്ടാവും. ഇയാൾ 6-7 മാസം കഴിഞ്ഞ് ഇവിടെ വീണ്ടും വന്ന് ജോയിൻ ചെയ്തിട്ട് ഈ വാർഡിലോട് നോക്കിയപ്പോൾ ഈ പഴയ മനുഷ്യനവിടെ. ഇയാൾ മരിച്ചിട്ടില്ല ചോദിച്ചു. ഇയാൾ മരിച്ചിട്ടില്ല. ഡോക്ടറെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷത്തൊഴുതു, കണ്ണിന്നൊക്കെ വെള്ളം. എനിക്ക് സുഖമായി വരികയാണ്, മരിക്കില്ല. MTക്ക് ഇങ്ങനെ അരികിൽ കിടക്കുന്ന മെയിൻ സ്ട്രീം അല്ലാത്ത സത്യങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ പിന്നെ 2-ാം ഊഴത്തിലാണെങ്കിലും വടക്കം വീരഗാഥയിലാണെങ്കിലും പൊതുവെ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇപ്പോൾ മെയിൻ സ്ട്രീം സത്യമാണല്ലോ, പിന്നെ മോഡേൺ മെഡിസിൻ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മാറി പോകുന്നില്ല. അപ്പം അതിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗം ഇങ്ങനെ മറ്റേതൊരു ശക്തിക്ക് കൂടെ നമ്മൾ രക്ഷപ്പെടുത്താനാവും. അല്ല, ഇങ്ങനെ അതിപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു മെയിൻ സ്ട്രീം സത്യങ്ങളുണ്ട് ഇപ്പോൾ എല്ലാറ്റിലും. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ അതിൻ്റെ വേറൊരു വശം, സത്യത്തിൻ്റെ ഒരു വശം, ഒരു കാഴ്ചപ്പാടാണ്. അതെ, സത്യം ഒരു കാഴ്ചപ്പാടാണ്. അതിനപ്പുറത്തുള്ള വളരെ പോപ്പുലറായിട്ട് അംഗീകരിക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ കാഴ്ചപ്പാട് എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം. അതൊരു എഴുത്തുകാരൻ്റെ ഒരു ഇതാണ്. അല്ലാതെ അധികാരത്തിൻ്റെയും മെയിൻ സ്ട്രീം സമ്പത്തിൻ്റെയും കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ. ഞാൻ സരസ്വതി ടീച്ചറെ അവസാനം വിളിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയതാണ്. എല്ലാവർക്കും പറയാനുള്ളത് എഴുത്തുകാരനായ MTയെക്കുറിച്ചോ സുഹൃത്തായ MTയെക്കുറിച്ചോ ഭരണകർത്താവായ MTയെക്കുറിച്ചൊക്കെയാണ്. സ്വന്തം ഭർത്താവായ വാസുവേട്ടനെക്കുറിച്ച് സരസ്വതി ടീച്ചർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. ഞാൻ ടീച്ചറോടൊരു വിഡ്ഢി ചോദ്യം ചോദിക്കട്ടെ.
വായിക്കൂ സാർ എഴുതിയ എല്ലാ പുസ്തകങ്ങളും? ഇല്ല, സത്യം പറഞ്ഞാൽ അധികം ഒന്നും വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഞാൻ വായന തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പലതും വായിക്കുന്നുണ്ട്. ഉണ്ട്. ഞങ്ങൾ പറയാം എഴുത്തിലൊക്കെ എന്നും തുടക്കകാലം തൊട്ട് ബന്ധങ്ങളുടെ ആഴത്തിനാണ് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുള്ളത്. അതൊരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. സാറുമായിട്ട് അടുപ്പമുള്ളവരും ഇതിന് മുമ്പ് വന്നവരും ഒക്കെ പറയുന്ന അതാണ്. ചെറിയ വളരെ കുറച്ച് നേരം മാത്രം കണ്ടവരോടും കാണിക്കുന്ന ആ സ്നേഹബന്ധം, ആ ബന്ധത്തിൻ്റെ ആഴത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു ഭാര്യയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു എത്ര ആഴത്തിലുള്ളൊരു സ്നേഹബന്ധം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളുടെ ഭാര്യയാകാൻ കഴിയുക എന്ന് പറയുന്നതല്ലേ ഏത് സ്ത്രീയും മോഹിക്കുന്ന ഒരു കാര്യം അല്ലേ? പൊതുവെ ഞങ്ങളൊക്കെ മാറി നിന്നാണ് എം.ടി. സാറിനെ കാണുക. ഒരു ഗൗരവക്കാരനാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് വീട്ടിൽ? ഗൗരവക്കാരൻ എന്ന് പറഞ്ഞാൽ സ്വതവേ തന്നെ അധികം മിണ്ടാത്ത ആളല്ലേ. അപ്പോൾ ഞങ്ങൾ സാധാരണ കാഷ്വലായിട്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ മുഖത്തോട് മുഖം ഇരിക്കും, പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊന്നും മിണ്ടില്ല. അത് പിന്നീടായിരിക്കും അത് ഉരുത്തിരിഞ്ഞ് വരിക. ഈ അസുഖമൊക്കെ വന്ന സമയത്ത് സാർ ഒരുപാട് വേവലാതിപ്പെട്ടു, അതോ പിടിച്ചു നിൽക്കാനുള്ള കരുത്താണോ കൂടുതൽ? ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മുമ്പൊക്കെ. കാരണം ഈ ഇതിൽ തലയിൽ വന്ന അസുഖം എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്തിരി ഗൗരവമുള്ളതാണല്ലോ. അതിൽ വന്നപ്പോൾ കുറച്ച് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു പവർ, വിൽ പവർ, അത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഒരുപക്ഷെ അത്ര ഒരു അസുഖം വന്നിട്ട് പോലും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഒരു വിൽ പവർ ഒരുപാട് സഹായിച്ചു കാണും അല്ലേ? നേരത്തെ സാർ അങ്ങനത്തെ ഒരാളുടെ കഥയെപ്പറ്റി പറയായിരുന്നു. അയാൾ നിനക്കൊന്നുമില്ല, ഒരു അസുഖമില്ല, മാറുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് അയാൾ അത് റിക്കവർ ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും സാറിന് അതുണ്ടാവും. സഹായിച്ചിട്ടുണ്ടെന്ന്. മക്കളോട് കുറച്ചുകൂടെ ഫ്രീ ആണ് അല്ലേ? മോളോട് കുറച്ചുകൂടെ മോളോടാണ് വർത്തമാനവും പിന്നെ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ വല്ലതിനൊക്കെ യാത്രയെക്കുറിച്ച് എല്ലാം ഒരുപാട് സംസാരിക്കുന്ന മോളോടാണ്. അല്ല, അവളെ ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ അവൾ ഇവിടുന്ന് പോയതിന് ശേഷം വലിയ വിഷമം എനിക്ക്. മറ്റെല്ലാ കാര്യം ഞാൻ അവളോട് ചോദിക്കുക. ഇന്നേക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും, ദൂരെ മദ്രാസിൽ, നീ ഇങ്ങനെ ഇന്ത്യയിലൊരു പുസ്തകം ഉള്ളത്. അപ്പോൾ അവൾ ഒരു അച്ഛൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഇപ്പോഴാണ് ഡാൻസിലേക്ക് പിന്നീട് വന്നത്. ആദ്യകാലത്ത് നല്ല വായനയായിരുന്നു, ലിറ്ററേച്ചറാണ് പഠിച്ചത്. പല കാര്യങ്ങളും അവളെയാണ് ഏൽപ്പിക്കുക, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പം അവളില്ല, അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സ്വതവേ ഒരു ഗൗരവക്കാരൻ എന്നുള്ള ഇമേജ് എങ്ങനെയാണ് സാർ വന്നു പോയത്? ഞങ്ങളൊക്കെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന, അങ്ങനെ തോന്നിക്കാനുള്ളൊരു ഗൗരവക്കാരനായി? അല്ല, അതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ല. അല്ല, ഇത്രയും സ്നേഹമുള്ള മനുഷ്യനാണ്, ഇത്രയും സ്നേഹത്തിന് ഇത്രയും വില കൊടുക്കുന്ന ആളാണ്, ബന്ധങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുമാണ്. അങ്ങനെയൊന്നുമില്ല. എന്താണ് ചിരിക്കാത്തത്? അല്ല, ചിരിക്കില്ല ഒന്നുമില്ല, ചിലപ്പോൾ ചിരിക്കും. പിന്നെ വെച്ചാൽ നമ്മൾ ഈ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോമഡി ഫിലിംസൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ എപ്പോഴും എന്തെങ്കിലും മനസ്സിൽ വേറെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടാവും. അത് നടക്കുമ്പോൾ നമ്മൾ മുഴുവൻ ഇതിലേക്ക് ശ്രദ്ധ വരില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ കഴിക്കുമ്പോഴേ പറയണം, ചിലപ്പോൾ വെച്ചിട്ടുണ്ട് പപ്പടം, അപ്പോഴാണ് അതിലേക്ക് വരിക. അപ്പോൾ ഈ ചിന്ത എന്നുള്ള എപ്പോഴും ഇങ്ങനെ മൂപ്പരെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഞാനും അധികം ഡിസ്റ്റർബ് ചെയ്യില്ല. ഇല്ല